അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആർക്ക് ലെങ്ത് അതുപോലെ പലതരത്തിലുള്ള പൊളാരിറ്റീസ് അതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വെൽഡിങ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ വെൽഡിങ്ങിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പവർ സോഴ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള കറണ്ട് വേരിയേഷൻസ് ഉണ്ട്, എക്യുപ്മെൻറ്റ് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വെൽഡിങ് തുടങ്ങുമ്പോൾ വെൽഡിങ്ങിനെ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന കുറേ ആക്സസറീസുകളുണ്ട്. വെൽഡിങ് പ്രൊസീജിയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആക്സസറീസ്. അതിലൊന്നാമത്തതാണ് ഇലക്ട്രോഡ് ഹോൾഡർ. ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കയ്യിൽ വലത്തെ കൈ പിടിക്കുന്ന സാധനമാണ്. വെൽഡ് ചെയ്യുമ്പോൾ വലത്തെ കൈ പിടിക്കുന്ന സാധനമാണ് ആ ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുന്നത്. എന്ത് ഫങ്ഷൻ? നമ്മുടെ വെൽഡിങ് റാഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രോഡ് ഹോൾഡറിൻ്റെ ഫങ്ഷൻ. അതുമാത്രമല്ല, ഇറ്റ് ഈസ് എ ക്ലാമ്പിംഗ് ഡിവൈസ്. ക്ലാമ്പിംഗ് ഡിവൈസാണ് എന്തിനെ? ഇലക്ട്രോഡിനെ ക്ലാമ്പ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഇലക്ട്രോഡ് ഹോൾഡർ. അതുമാത്രമല്ല, നമുക്ക് വെൽഡിങ്ങിന് ആവശ്യമായ കറണ്ട് വരണം. അപ്പോൾ വെൽഡിംഗ് മെഷീനിൽ നിന്ന് ഒരു ഹോസ് കണക്ഷൻ വഴി കറണ്ട് എന്തിലെത്തും? നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡറിലെത്തും. ആ ഇലക്ട്രോഡ് ഹോൾഡറിൽ നിന്നാണ് ആ വെൽഡിംഗ് റാഡിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോഡിലേക്ക് കറണ്ട് എത്തി അവിടെ ആ എയർ ഗ്യാപ്പിലൂടെ വന്ന് ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് നമ്മൾ പറഞ്ഞ് എങ്ങനെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് മേഡ് ചെയ്തിരിക്കുന്നത് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയ്സ് കൊണ്ടാണ് ഇലക്ട്രോഡ് ഹോൾഡർ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു കോപ്പറിലോ അല്ലെങ്കിൽ ഇത് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിടിക്കേണ്ട ഭാഗം അല്ല പിടിക്കുന്ന ഭാഗം, നമ്മൾ ഹാൻഡ് പിടിക്കുന്ന ഭാഗം റബ്ബറോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയലോ കൊണ്ടോ ഒക്കെ ആയിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഷോക്ക് അടിക്കത്തില്ല. ബാക്കി ഇലക്ട്രോഡ് ഫിക്സ് ചെയ്യുന്ന ഭാഗം കോപ്പറോ അല്ലെങ്കിൽ കോപ്പർ അലോയ്സ് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതായിരിക്കും. ഇനി പല തരത്തിൽ അവൈലബിൾ ആണ് ഇലക്ട്രോഡ് ഹോൾഡർ. പാർഷ്യലി ഓർ ഫുള്ളി ഇൻസുലേറ്റഡ് ഹോൾഡേഴ്സ് ആർ മെയ്ഡ് ഇൻ വേരിയസ് സൈസസ്. ഫുൾ ഇൻസുലേറ്റ് ചെയ്തതുണ്ട്, അത് പുറമേ നമുക്ക് ഒരു ഷോക്കോ അടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് ഇൻസുലേറ്റ് ചെയ്തവയുണ്ട്, പാർഷ്യലായിട്ട് ഇൻസുലേറ്റ് ചെയ്തവയുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ പാർഷ്യലായിട്ട് ഇൻസുലേറ്റ് ചെയ്തതാണ്. കാരണം നമ്മൾ കൈ പിടിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഷോക്ക് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നത്. അതിൻ്റെ ടിപ്പിലൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ 200, 300, 500 ആംപിയറിലൊക്കെയാണ് ഈ ഇലക്ട്രോഡ് ഹോൾഡർ. അത് കപ്പാസിറ്റി അനുസരിച്ചാണ് ഇലക്ട്രോഡ് ഹോൾഡർ അവൈലബിൾ ആവുന്നത്. എത്രമാത്രം കപ്പാസിറ്റി കറണ്ട് അതിനകത്തൂടെ പാസ് ചെയ്യാൻ പറ്റും അല്ലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. പിന്നെ വെൽഡിങ് കേബിളുണ്ട്. റബ്ബർ കണക്ഷൻ എന്നൊക്കെ പറയുന്നവർക്ക് റബ്ബർ കേബിളുകളുണ്ട്. ആ കേബിളാണ് നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിനെ വെൽഡിങ് മെഷീനുമായിട്ട് ഘടിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇലക്ട്രോഡ് പിടിക്കുന്നത് ഇലക്ട്രോഡ് ഹോൾഡറിലാണ്. പക്ഷെ നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്, എർത്ത് ക്ലാമ്പുണ്ട്. 2 ടെർമിനൽ, നമ്മൾ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിലുണ്ട് ഡി സിയിലാണെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ എ സിയിലാണെങ്കിലും 2 എർത്തിങ് എന്ന് നമ്മൾ പറയും. ആ എർത്ത് നമ്മൾ ഘടിപ്പിക്കുന്നത് ഒന്നെങ്കിൽ നമ്മളുടെ വർക്കിനകത്തോ അല്ലെങ്കിൽ ആ വർക്ക് വെച്ചിരിക്കുന്ന ടേബിളിലോ ആയിരിക്കും നമ്മൾ എർത്തിങ് ചെയ്യുന്നത്. എർത്തിങ് കൂടെ കറക്റ്റായാൽ 2 പ്രഷർ ഡിഫറൻസ് വന്നാലേ അവിടെ ആർക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് എർത്ത് ക്ലാമ്പ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ എർത്ത് കേബിൾ ഫേംലി ടു ദ ജോബ് ഓർ വെൽഡിംഗ് ടേബിൾ. ജോബിലോ വെൽഡിംഗ് ടേബിളോ ആണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? എർത്ത് ക്ലാമ്പ് കണക്ട് ചെയ്യുന്നത്. ഇതും മേഡ് ചെയ്തിരിക്കുന്ന എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയ്സ് കൊണ്ടാണ്. കാരണം കണ്ടക്ടിവിറ്റി കൂടുതലാണ് കോപ്പറിന്. കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ് കൂടിയൊരു മെറ്റീരിയലാണ് കോപ്പർ. അതുകൊണ്ടാണ് നമ്മളത് കോപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് ഹോൾഡർ ആയാലും എർത്ത് ക്ലാമ്പ് ആയാലും നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ അല്ലെങ്കിൽ കോപ്പറിൻ്റെ അലോയ്സുകൾ കൊണ്ടാണ്. അപ്പോൾ ഇവിടെയും ഇലക്ട്രോഡ് ഹോൾഡറിനെ സ്പെസിഫൈ ചെയ്ത പോലെ തന്നെയാണ് എർത്ത് ക്ലാമ്പിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്ക്രൂ ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ സ്പ്രിംഗ് ലോഡഡോ ആയിട്ടുള്ള എർത്ത് ക്ലാമ്പുകൾ അവൈലബിൾ ആണ്. 200, 300, 500 ആംപിയറിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ക്ലാമ്പ് ടൈപ്പിലുണ്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈപ്പിലുള്ള എർത്ത് ക്ലാമ്പുകളുണ്ട്. ഇനി നമ്മൾ പറയുന്നത് വെൽഡിംഗ് കേബിൾ. അപ്പോൾ ഈ എർത്ത് ക്ലാമ്പ് വെൽഡിംഗ് മെഷീനായിട്ട് കണക്ട് ചെയ്യുന്നതും ഒരു കേബിൾ വഴിയാണ്. ഇലക്ട്രോഡ് ഹോൾഡർ കണക്ട് ചെയ്യുന്നത് ഒരു കേബിൾ വഴിയാണ്. കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കറണ്ട് കടന്നു പോകുന്ന വയർ, അതാണ് കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വെൽഡിംഗ് കേബിൾ ഇച്ചിരി വ്യത്യസ്തമാണ്. അപ്പോൾ വെൽഡിംഗ് കേബിൾ ഓർ ലീഡ്സ് എന്ന് പറയും. ലീഡ്സ്, ദീസ് ആർ യൂസ്ഡ് ടു ക്യാരി ദ വെൽഡിംഗ് കറണ്ട് ഫ്രം ദ വെൽഡിംഗ് മെഷീൻ ടു ദ വർക്ക് ആൻഡ് ബാക്ക്. എന്ന് വെച്ചാൽ വെൽഡിംഗ് മെഷീനിൽ നിന്ന്
വർക്കിലേക്ക് കറണ്ട് എത്തിക്കുക. അതുപോലെ തന്നെ ഒരു ടെർമിനൽ എങ്ങോട്ടും പോകുന്നുണ്ട്. ദ ലീഡ് ഫ്രം ദ വെൽഡിംഗ് മെഷീൻ ടു ദ ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് കാൾഡ് ഇലക്ട്രോഡ് കേബിൾ. അതായത് വെൽഡിംഗ് മെഷീനിൽ നിന്നും നമുക്ക് ഇലക്ട്രോഡ് ഹോൾഡറിലേക്ക് എത്തിക്കുന്ന ഒരു ലീഡാണ് അല്ലെങ്കിൽ ഒരു സഹായകമായ ഘടകമാണ് വെൽഡിംഗ് കേബിൾ. ഇനി വെൽഡിംഗ് കേബിൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദ ലീഡ് ഫ്രം വർക്ക് ഓർ ജോബ് ത്രൂ ദ എർത്ത് ക്ലാമ്പ് ടു ദ വെൽഡിംഗ് മെഷീൻ ഈസ് കാൾഡ് എർത്ത് കേബിൾ. അപ്പോൾ എർത്ത് കേബിളും ഉണ്ട്, അല്ലാതെ ഇലക്ട്രോഡ് കേബിളും ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രോഡിനെയും വെൽഡിംഗ് മെഷീനെയും തമ്മിൽ ഘടിപ്പിക്കുന്നത് ഇലക്ട്രോഡ് കേബിളും, എർത്ത് ക്ലാമ്പിനെയും വെൽഡിംഗ് മെഷീനെയും തമ്മിൽ ഘടിപ്പിക്കുന്നത് എർത്ത് കേബിളെന്നും പറയും. അപ്പോൾ അതേപോലെ കേബിൾ ആർ മെയ്ഡ് ഓഫ്, നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഐഡിയ മതി നമുക്ക് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കേബിൾസ് ആർ മെയ്ഡ് ഓഫ് സൂപ്പർ ഫ്ലെക്സിബിൾ റബ്ബർ ഇൻസുലേഷൻ ഹാവിങ് ഫൈൻ കോപ്പർ വയേഴ്സ് ആൻഡ് വോവൻ ഫാബ്രിക് റിയൻഫോഴ്സിങ് ലെയേഴ്സ് എന്ന് വെച്ചാൽ ഇതാണ്ട് ഇത് അകത്ത് കാണിച്ചിരിക്കുന്ന കണ്ടോ, ഇത് ഒരുപാട് ലെയർ, ഒരു കോപ്പർ വയറുകളുടെ ഇതിപ്പോൾ 6 ലെയർ കാണിച്ചിട്ടുണ്ട്. കോപ്പർ വയറുകളുടെ 6 എണ്ണമാണ്. അതിന് ചുറ്റും ഓരോ ലെയർ ഓഫ് ഇൻസുലേഷൻസ് ഉണ്ട്. ഏറ്റവും വെളിയിൽ ഇതാണ്ട് ഈ ഗിയറുകൾ പോലെ കാണുന്ന ഭാഗമാണ് നമുക്ക് പുറമേ കാണുന്നത്. പക്ഷെ അകത്ത് ഇത്രയും ലെയറുകളുണ്ട്. കാരണം കറണ്ട് കൂടുതലാണ്, വെൽഡിംഗ് കറണ്ട് കൂടുതലാണ്, വോൾട്ടേജ് കുറവാണ്, കറണ്ട് കൂടിയതുമാണ് ഒരു വെൽഡിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അതിനകത്ത് നമുക്ക് എന്തോ അഫക്റ്റ് ചെയ്യാൻ പാടില്ല, കറണ്ടിൻ്റെ മൂലം നമുക്കൊരു ഷോക്കോ കാര്യങ്ങളോ ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടും ഹൈലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള റബ്ബർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വെൽഡിംഗ് കേബിളുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, അതും സ്പെസിഫൈ ചെയ്യുന്നത് അതിനകത്തൂടെ കടത്തിവിടാൻ പറ്റുന്ന അതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഈ വെൽഡിംഗ് കേബിള് ഇലക്ട്രോഡിലായാലും വെൽഡിംഗ് മെഷീനിലായാലും അല്ലെ എർത്ത് ക്ലാമ്പിലോട്ടായാലും ഘടിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ലെഗുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ വെൽഡിംഗ് കേബിളുകളുടെ എൻഡിൽ നമ്മൾ ഈ ലെഗുകൾ ഘടിപ്പിക്കും. എന്നിട്ട് ഈ ലെഗാണ് ഒരു സ്ലോട്ടിൽ കൊണ്ടുവച്ച് സ്ക്രൂ ചെയ്ത് വെക്കും, വെൽഡിംഗ് മെഷീനിലായാലും ഇലക്ട്രോഡിലായാലും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഘടകമാണ്. വെൽഡിംഗ് കേബിളിനെ മറ്റു പാർട്ടുകളിലേക്ക് ഘടിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ലെഗ് എന്ന് പറയുന്നത്. ലെഗ് ഫോർ വെൽഡിംഗ് ലീഡ്സ്, വെൽഡിംഗ് കേബിളുകളെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ മെയിൻ ആക്സസറീസുകൾ. ഇലക്ട്രോഡ് ഹോൾഡർ, എർത്ത് ക്ലാമ്പ്, അതുപോലെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹോസ് കണക്ഷൻ, ഈ 3 പ്രധാനമാണ്. ഇനി ഇലക്ട്രോഡ് ഉണ്ട്. ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ പലതരമുണ്ട്, അത് വലിയൊരു പോർഷനാണ്, അത് നമ്മൾ പിന്നീട് പറയും. ഇനി നമ്മൾ കണ്ട് ഇവിടെ ടേബിളൊക്കെ ഉണ്ട്, അത് ടേബിളിലൊന്നും വലിയ കാര്യമില്ല. കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ 3 ഫംഗ്ഷൻ, ഇതിന്ന് 3 നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഐഡിയ മനസ്സിലാക്കുക. എന്താണ്ട് ഇതെന്ന് പറയുന്നത് ടേബിളാണ്. ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ കേബിളിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് അതിനകത്തൂടെ കടത്തിവിടാൻ പറ്റുന്ന കറണ്ട് എത്രത്തോളമാണ് എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ. അത് വലിയതായിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നുമില്ല, ഒന്ന് ചുമ്മാ നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ വെൽഡിംഗ് കേബിളായി എല്ലാ സാധനങ്ങളുമായി, ഇനി നമുക്ക് വെൽഡ് ചെയ്താൽ മതി. ആർക്ക് എങ്ങനെ ഉണ്ടാവുന്നതും പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോഡും കാര്യങ്ങളൊക്കെ വേണം. ഇലക്ട്രോഡ് നമ്മൾ പിന്നെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ജോയിൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഒരു വർക്കിൻ്റെ ജോയിൻ്റൊക്കെ ചെയ്തൊരു വർക്കിനെ എങ്ങനെ വെൽഡിങ്ങിന് വിധേയമാക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അത് ഈ പുസ്തകത്തിൽ ഡിസോർഡറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ പോർഷനിലോട്ട് പോകാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ. ടൈപ്പ് ഓഫ് വെൽഡിംഗ് ജോയിൻറ്റ്സ്. വെൽഡിംഗ് ജോയിൻ്റെ ടൈപ്പുകൾ ഇവിടെ ബട്ട് ജോയിൻ്റ്, കോർണർ ജോയിൻ്റ്, എഡ്ജ് ജോയിൻ്റ്, ലാബ് ജോയിൻ്റ്, ടീ ജോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ജോയിൻ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഇനി വെൽഡ്, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ദെയർ ആർ 2 ടൈപ്പ് ഓഫ് വെൽഡ്. 2 തരത്തിലുള്ള വെൽഡാണ് പൊതുവേ പറയുന്നത്. വെൽഡ്, ജോയിൻ്റ് അല്ല, വെൽഡ്. ഗ്രൂവ്ഡ് വെൽഡ് ഓർ ബട്ട് വെൽഡും ഉണ്ട്, ഫില്ലറ്റ് വെൽഡും ഉണ്ട്. അതായത് ഈ കോർണറുകൾ തമ്മിൽ ഇതാണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് ഫില്ലറ്റ് വെൽഡും, ഇതാണ്ട് 2 മെറ്റലുകൾ ഒരു കർവ് ഷേപ്പ് ഗ്രൂവ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് ഗ്രൂവ് കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്നത് അതിനെ ബട്ട് വെൽഡ് എന്നോ പറയും നമ്മൾ. ഇനി നമ്മൾ ഒരു വെൽഡ് ഇപ്പോൾ ഒരു പീസിനെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ വെൽഡിലെ ഓരോ പാർട്ടിൻ്റെ പേരും കാര്യങ്ങളും നമ്മൾ അറിയണം.
അതിന് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയും. ഒരു വെൽഡിൻ്റെ നോമൻക്ലേച്ചർ. അതാണ് താണ്ട് ഈ ഒരു പടം കാണിച്ചിരിക്കുന്നത്, വെൽഡിൻ്റെ നോമൻക്ലേച്ചർ. ഇവിടെ താണ്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന 2 പ്ലേറ്റുകളെ തമ്മിൽ നമ്മൾ ഒരു ഇലക്ട്രോഡ് ഉരുക്കി ഒഴിച്ച് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഓരോ പോയിൻറ്റിനും വ്യത്യസ്തമായ പേരും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അടിവശത്തെ നമ്മൾ റൂട്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്ന മെറ്റൽ സർഫസിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നതിനെ റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ, ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു വെൽഡിൻ്റെ ഫിഗറാണ്. ഒരു 2 പ്ലേറ്റുകളെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിഗർ. ആ ഫിഗറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വെൽഡിങ്ങിൻ്റെ ശേഷം അതിൻ്റെ ഓരോ പാർട്ടിനെയും പറയുന്ന പേരുകൾ, അല്ലെങ്കിൽ ഒരു വെൽഡിൻ്റെ നോമൻക്ലേച്ചറാണ് നമ്മളിനി പഠിക്കേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളും എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പടം വരച്ച് വൃത്തിയായിട്ട് പടം വരച്ചെടുക്കണം. ഈ പാർട്സുകൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്നുകൂടെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നു, റൂട്ട് ഗ്യാപ്പ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ട് ടു ബി ജോയിൻഡ്. ജോയിൻ ചെയ്യേണ്ട 2 പാർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിപ്പോൾ 2 പ്ലേറ്റുകളാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്ത് വെക്കത്തില്ല, പരസ്പരം അമർത്തി ചേർത്ത് വെച്ചിട്ടല്ല നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഒരു നിശ്ചിത ഗ്യാപ്പ് ഇടും. 2 പ്ലേറ്റുകളും തമ്മിൽ ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് വെൽഡ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങൾ എന്തോ നമുക്ക് പറയാം. അപ്പോൾ ആ ഗ്യാപ്പിനെയാണ് റൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഹീറ്റ് എഫക്റ്റഡ് സോണ്, അതായത് മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ ദ വെൽഡിങ് ഹീറ്റ് അഡ്ജസ്റ്റൻ്റ് ടു വെൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഇങ്ങനെ വെൽഡ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 മെറ്റൽ തമ്മിൽ ആദ്യം ഉരുകിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഫില്ലർ മെറ്റൽ ഉരുക്കി കൊടുക്കും. ഈ ഉണ്ടാകുന്ന ഹീറ്റ് മുഖാന്തരം ഈ വർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഈ ഹീറ്റ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എത്രമാത്രം ഭാഗത്ത് ആ ഹീറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നോ അവിടുത്തെ ഒരു പ്രോപ്പർട്ടീസൊക്കെ അങ്ങ് ചേഞ്ച് ആവും. നമുക്ക് തന്നെ ഒരു മെറ്റൽ ഉരുകാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ പ്രോപ്പർട്ടീസുകളൊക്കെ ചേഞ്ച് ആവും. ആ ഉരുകാൻ തുടങ്ങുന്ന ആ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആകുന്ന വരെയുള്ള ഭാഗത്തെയാണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഇനി ലെഗ് ലെങ്ത് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽസ് ആൻഡ് ദ പോയിൻ്റ് വെയർ വെൽഡ് മെറ്റൽ ടച്ചസ് ദ ബേസ് മെറ്റൽ ടോയ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോ. ദാണ്ട് ഇവിടെ ഈ 2 കോർണറുകൾ തമ്മിൽ വെൽഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ലെഗ് ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ, ഈ പോയിൻ്റ് തൊട്ട് വെൽഡ് എവിടം വരെയുണ്ടോ ആ പോയിൻ്റ് വരെയുള്ള ലെങ്തിനെയാണ് ലെഗ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സെൻറ്റർ പോയിൻ്റ് തൊട്ട് ടോയ്, അതായത് എൻഡ് പോയിൻറ്റിനെയാണ് നമ്മൾ ടോയ് എന്ന് പറയുന്നത്. ഒരു വെൽഡിങ്ങിൻ്റെ 2 എൻഡ് പോയിൻറ്റുകളെയാണ് നമ്മൾ TOE എന്ന് പറയുന്നത്. ആ ടോയ് മുതൽ ഈ വെൽഡിങ് തുടങ്ങിയ കോർണർ തൊട്ട് ഈ ടോയ് വരെയുള്ള ലെങ്തിനെയാണ് ലെഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി പേരൻ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പേരൻ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് മെറ്റലിനെയാണോ വെൽഡ് ചെയ്യേണ്ടത് ആ മെറ്റലിനെയാണ് പേരൻ്റ് മെറ്റൽ എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ 2 പ്ലേറ്റുകളെ തമ്മിൽ വെൽഡ് ചെയ്യണം. ആ പ്ലേറ്റാണ് പേരൻ്റ് മെറ്റൽ. ഫ്യൂഷൻ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുകളിലാണ് വെൽഡ് ചെയ്യുന്നത്. ഈ മുകളിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ആ മുകളിലോട്ട് വെൽഡ് ചെയ്യുന്ന സാധനം ഉരുകി ആ ഗ്യാപ്പിലൂടെ അടിവശത്തെത്തണം. അപ്പോൾ ആ ഉരുക്കി നമ്മൾ ഒഴിക്കുന്ന ആ വെൽഡ് മെറ്റൽ ഉരുകി ഇറങ്ങുന്ന ആ ഡിസ്റ്റൻസിനെയാണ് പെനട്രേഷൻ എന്ന് പറയുന്നത്. ആ ലെങ്തിനെയാണ് പെനട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ്ട് ഈ വെൽഡ് മെറ്റൽ മുകളിൽ നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിനകത്തോട് ആ വെൽഡ് മെറ്റൽ ഉരുകി താഴെ അടിവശത്തെത്തണം. ആ അടിവശത്തെത്തുമ്പോഴാണ് കൃത്യമായ വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ അത് ഉരുകി ഇറങ്ങുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പെനട്രേഷൻ എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓർ പെനട്രേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മെറ്റൽ ഡിപ്പോസിറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ പേരൻ്റ് മെറ്റൽ ഓർ ദ എക്സസ് മെറ്റൽ ഓവർ ദ ലൈൻ ജോയിനിങ് ദ 2 ടോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടോയ് എന്ന് എഴുതിയേക്കുന്ന പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടോയ് കണക്ട് ചെയ്തുകൊണ്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുന്നുണ്ടോ? അവിടെ വരെയാണ് എന്തിൻ്റെ ഹൈറ്റ്, നമ്മുടെ വർക്കിൻ്റെ ഹൈറ്റ്. താഴെ തൊട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പോൾ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വർക്കിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് പൊങ്ങിയിരിക്കും നമ്മൾ വെൽഡ് ചെയ്ത് ഉരുക്കി ഒഴിക്കുന്ന മെറ്റൽ. മനസ്സിലായോ? നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷേപ്പിലായിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇങ്ങനെ കർവ്ഡ് ഷേപ്പിലായിരിക്കുന്നത്. ഇവിടെ വെൽഡ് ഫേസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഒരു കർവ്ഡ് ഫേസിലായിരിക്കുന്നത്.
അപ്പോൾ ഈ സർഫസിൻ്റെ ഈ ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റിൻ്റെ മുകൾ വശത്തു നിന്ന് എത്രമാത്രം വെൽഡ് മെറ്റൽ പൊന്തിയിരിപ്പുണ്ട് ആ ഹൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പടം എല്ലാം പടം നിങ്ങൾ വരയ്ക്കണം, പടം വരച്ച് തന്നെ മനസ്സിലാക്കണം. കണ്ടോ, അതാണ് റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. റൂട്ട് എന്ന് പറഞ്ഞാൽ ദ പാർട്സ് ടു ബി ജോയിൻഡ് ദാറ്റ് ആർ നിയറസ്റ്റ് ടുഗദർ. അതായത് നമ്മളിപ്പോൾ ഒരു ചരിവിലൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. അതായത് വർക്കിന് നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് സൈഡും ഒന്ന് ചരിച്ച് വെക്കാറുണ്ട് ചില വെൽഡിങ്ങുകളിൽ. ചരിച്ച് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെറ്റൽ ഉരുകി താഴെ വശത്തോട്ട് സിമ്പിളായിട്ട് ഇറങ്ങി വരാനാണ് നമ്മൾ ചരിച്ച് ഒന്ന് ഫയൽ ചെയ്തിട്ടാണ് നമ്മൾ വെൽഡിങ്ങിന് വിധേയമാക്കുന്നത്. അപ്പോൾ ചരിച്ച് ഫയൽ ചെയ്യുമ്പോൾ ദാണ്ട ഈ രണ്ട് പോയിൻറ്റുകൾ അടുത്തടുത്ത് വരും. അടിവശത്തെ രണ്ട് പോയിൻറ്റുകൾ അടുത്തടുത്ത് വരും മെറ്റലിൻ്റെ പ്ലേറ്റിൻ്റെ. ആ അടുത്തടുത്ത് വരുന്ന രണ്ട് പോയിൻറ്റുകളുണ്ടല്ലോ, ആ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിനെയാണ് റൂട്ട് ഗ്യാപ്പ് അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത്. ദ പാർട്സ് ടു ബി ജോയിൻഡ് ആർ ദ നിയറസ്റ്റ് ടുഗദർ. ഏറ്റവും അടുത്ത പോർഷൻ അല്ലെങ്കിൽ അടിവശത്തുള്ള ഏറ്റവും ചെറിയ ആ ഗ്യാപ്പ്, അതിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. പടം കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. റൂട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ദാണ്ട ഇത് കാണിച്ചിട്ടുണ്ട്. ഈ റൂട്ടിനോട്ട് നമ്മൾ ഈ ഉരുക്കി ഒഴിക്കുന്ന മെറ്റൽ റൂട്ടിലോട്ടും വന്നിട്ട് ഈ റാ പോലിരിക്കണം. അടിവശം റൂട്ടിൽ വന്നിട്ടും മെറ്റൽ താഴോട്ട് റാ പോലിരിക്കണം. ആ റാ പോലിരിക്കുന്ന ഫേസിനെയാണ് നമ്മൾ റൂട്ട് ഫേസ് എന്ന് പറയുന്നത്. ആ റാ പോലിരിക്കുന്ന ഭാഗമാണ് റൂട്ട്. അപ്പോൾ ദാണ്ട് ഇവിടെ കണ്ടോ, ദ സർഫസ് ഫോംഡ് ബൈ ദ സ്ക്വയറിങ് ഓഫ് ദ റൂട്ട് എഡ്ജ് ഓഫ് ദ ഫ്യൂഷൻ ഫേസ് ടു അവോയ്ഡ് ദ ഷാർപ്പ് എഡ്ജ് ഓഫ് ദ റൂട്ട്. ഇപ്പോൾ റൂട്ടിൻ്റെ ഷാർപ്പ് എഡ്ജ് ഒഴിവാക്കാൻ വേണ്ടി, എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഉരുകി താഴോട്ട് ഇറങ്ങുമ്പോൾ ഷാർപ്പ് എഡ്ജ് ആകുമ്പോൾ ചിലപ്പോൾ മെറ്റൽ ഉരുകി അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി തിക്നെസ് വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു തിക്നെസ് ഇടും. കണ്ടോ, ഇതാണ് റൂട്ട് ഫേസ്. അടിവശം വന്നിട്ട് നമ്മൾ സ്ക്വയർ പോലാക്കും. അപ്പോൾ ആ താഴത്തെ പോയിൻ്റ് തൊട്ട് ഈ സ്ക്വയർ ചെയ്ത് വരെ വെച്ചേക്കുന്ന ആ ഡിസ്റ്റൻസിനെയാണ് റൂട്ട് ഫേസ് എന്ന് പറയുന്നത്. താഴ്ഭാഗമാണ് റൂട്ട്, ഏറ്റവും അടിഭാഗം റൂട്ട്. ആ റൂട്ട് മുതൽ എത്ര ഹൈറ്റ് വരെ നമ്മൾ താഴ്വശത്ത് സ്ക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ല ചരിക്കാതെ വെച്ചിട്ടുണ്ടോ ആ ഒരു ഡിസ്റ്റൻസ് ഹൈറ്റിനെയാണ് റൂട്ട് ഫേസ് എന്ന് പറയുന്നത്. എല്ലാം പടം കണ്ട് തന്നെ മനസ്സിലാകണം. പറഞ്ഞാലൊന്നും നിങ്ങൾക്കിത് മനസ്സിലാവില്ല. പടം വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഇനി റൂട്ട് റണ്ണ്. ദ ഫസ്റ്റ് റണ്ണ് ഡെപ്പോസിറ്റഡ് ഇൻ ദ റൂട്ട് ഓഫ് എ ജോയിൻറ്റ്. അതായത് നമ്മൾ മെറ്റൽ ഇപ്പോൾ നമ്മളൊരു വലിയ ഗ്യാപ്പാണെന്ന് വിചാരിച്ചു, ആ ഗ്യാപ്പ് നമ്മൾ ഒരിക്കലും ഒറ്റ റണ്ണിൽ ഒരു ഇതിലങ്ങ് ഫിനിഷ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു റണ്ണടിക്കും. റണ്ണടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിലൂടെ ഒരു റൗണ്ട് വെൽഡ് ചെയ്യും. വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഹൊറിസോണ്ടൽ വെൽഡിങ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെൽഡിങ് ചെയ്യുക, നമ്മൾ ആദ്യം ഒരു വെൽഡിങ് ചെയ്യും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കുന്ന റണ്ണ്, ദ ഫസ്റ്റ് റൺ ഡെപ്പോസിറ്റഡ് ഓൺ ദ റൂട്ട് ഓഫ് ദ ജോയിൻറ്റ്. അപ്പോൾ ഫസ്റ്റ് റൺ അടിക്കുന്ന അടിവശത്തോണ്ട് അടിക്കുന്നുണ്ട്, അതിനെ റൂട്ട് റണ്ണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അടിക്കുന്ന ഫസ്റ്റ് ലെയറിനെയാണ് റൂട്ട് റണ്ണെന്ന് പറയുന്നത്. റൂട്ട് പെനട്രേഷൻ. ഇറ്റ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ റൂട്ട് റൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ജോയിൻറ്റ്. അതായത് ഈ ജോയിൻറ്റിൻ്റെ അടിവശത്ത് റൂട്ട് പെനട്രേഷൻ. നമ്മൾ ആ റൂട്ട് ഭാഗത്തു നിന്ന് മെറ്റൽ താഴോട്ട് പൊന്തിയിരിക്കും. ആ താഴോട്ട് പൊന്തിയിരിക്കുന്ന ആ ഹൈറ്റാണ് റൂട്ട് പെനട്രേഷൻ. കൃത്യമായൊരു വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്ത് വന്ന് ഇങ്ങനെ പൊന്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡും രണ്ട് എൻഡും വർക്കിൻ്റെ ജോയിൻ ചെയ്യേണ്ട പാർട്ട് ഫുള്ളായി ഫ്യൂസ് ചെയ്ത് ജോയിൻ്റ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. റൂട്ട് പെനട്രേഷനൊക്കെ നമ്മൾ പറഞ്ഞു. റൺ, അതായത് ഒറ്റ പാസിൽ നമ്മൾ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് റണ്ണെന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ താഴേന്ന് ഞാൻ ഇപ്പോൾ മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് അടിക്കുന്നു. അപ്പോൾ അത് എൻ്റെ അതാണ് ഒരു റണ്ണെന്ന് പറയുന്നത്. ആ ഒരു റണ്ണ് ആദ്യം അടിക്കുന്ന റണ്ണിനെ ഫസ്റ്റ് റണ്ണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഒന്ന് വെൽഡ് ചെയ്ത് വരുന്നു. എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, അതിനെയാണ് റണ്ണെന്ന് പറയുന്നത്. എനിക്കിനി രണ്ടാമത് റണ്ണടിക്കാം, ഫില്ല് ചെയ്യുന്നിടം വരെ എനിക്ക് റണ്ണടിക്കാം. അപ്പോൾ ഒറ്റ റൗണ്ടിനെയാണ് നമ്മൾ ഒരു റണ്ണെന്ന് പറയുന്നത്. അതുപോലെ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. 2, 3 എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ആദ്യത്തെ ആ റൂട്ട് റണ്ണാണ് ആ കറുപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഞാൻ വെൽഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ ചെയ്യുന്നു, പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ചെയ്യുന്നു. അതാണ് 3 റൺ അടിച്ചിട്ടുണ്ട് ആ വെൽഡിനകത്ത്. ഇനി സീലിംഗ്
സീലിംഗ് റണ്ണും ബേക്കിംഗ് റണ്ണും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് സീലിംഗ് റണ്ണും ബേക്കിംഗ് റണ്ണും. സീലിംഗ് റൺ എന്ന് പറഞ്ഞാൽ എ സ്മാൾ വെൽഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ റൂട്ട് സൈഡ് ഓഫ് എ ബട്ട് ഓർ കോർണർ ജോയിൻറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വെൽഡ് ജോയിൻറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വെൽഡ് ജോയിൻറ്റ്. വെൽഡ് ജോയിൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ആ റൂട്ട് സൈഡിൽ കുറച്ച് ഫില്ലാവാനുണ്ടെന്നിരിക്കട്ടെ. ആ റൂട്ട് സൈഡിൽ കുറച്ച് ഫില്ലാവാനുണ്ട്. അങ്ങനെയെങ്കിൽ ആ റൂട്ട് സൈഡിൽ നമ്മൾ വെൽഡിങ്ങിന് ശേഷം ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വെൽഡ് അതിന് ശേഷം നമ്മൾ റൂട്ട് സൈഡ് അല്ലെ അടിവശത്ത് അടിക്കുന്ന ഒരു വെൽഡിങ്ങിനെയാണ് നമ്മൾ സീലിംഗ് റൺ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം കഴിഞ്ഞ് അതിനെ അങ്ങ് സീലിംഗ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. റൂഫിങ്ങിൻ്റെ പണി കഴിഞ്ഞ് നമ്മൾ സീലിങ്ങും ചെയ്തു എന്ന് പറയുന്ന പോലെ തന്നെ വെൽഡിങ് കഴിഞ്ഞ് താഴോട്ട് വെൽഡ് വരുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് ഇച്ചിരി ഫില്ലാവാനുണ്ടെങ്കിൽ, അടിവശത്തെ ഗ്യാപ്പ് ഫില്ലാവാനുണ്ടെങ്കിൽ നമ്മൾ അടിവശത്ത് അടിക്കുന്ന റണ്ണിനെയാണ് സീലിംഗ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും സീലിംഗ് റൺ അടിക്കുന്നത് വെൽഡഡ് ജോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. എന്നാൽ ബേക്കിംഗ് റൺ അടിക്കുന്നത് എ സ്മാൾ വെൽഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ റൂട്ട് സൈഡ് ഓഫ് ദ ബട്ട് ഓർ കോർണർ ജോയിൻറ്റ് ബിഫോർ വെൽഡിങ് ദ ജോയിൻറ്റ്. വെൽഡിങ് ജോയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് വെക്കത്തില്ലേ, പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് വെക്കും. അപ്പോൾ ആ ജോയിൻ ചെയ്ത് വെച്ചിട്ട് അതിനെ അടിക്കുന്ന ആദ്യത്തെ ആ റണ്ണുണ്ട്, അതാണ് ബേക്കിംഗ് റണ്ണ്. അപ്പോൾ ഒരു വെൽഡിങ് തുടങ്ങുന്നതിന് മുമ്പ് അടിക്കുന്നതാണ് ബേക്കിംഗ് റണ്ണ്. വെൽഡിങ് അടിച്ചതിന് ശേഷം ഒന്നുകൂടെ അടിക്കുന്നത് സീലിംഗ് റണ്ണ്. ഇപ്പം ബേക്കിംഗ് റൺ എന്ന് പറഞ്ഞാൽ എ സ്മാൾ വെൽഡ് ഡെപ്പോസിറ്റ് ഓൺ ദ റൂട്ട് സൈഡ് ഓഫ് ബട്ട് ഓർ കോർണർ ജോയിൻറ്റ് ബിഫോർ വെൽഡിങ് ദ ജോയിൻറ്റ്. വെൽഡിങ് ജോയിൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ റൂട്ട് സൈഡിൽ അടിക്കുന്ന ഒരു ജോയിൻറ്റിനെയാണ് അല്ലെ ഒരു റണ്ണിനെയാണ് ബേക്കിംഗ് റൺ എന്ന് പറയുന്നത്. എന്നാൽ വെൽഡ് ചെയ്തതിന് ശേഷം അവിടെ ഗ്യാപ്പ് ഫില്ലാവാനുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്യും, അതിനാണ് സീലിംഗ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ സീലിംഗ് റണ്ണ് ചെയ്യുന്നത് വെൽഡിന് ശേഷവും ബേക്കിംഗ് റണ്ണ് ചെയ്യുന്നത് വെൽഡിന് മുമ്പുമാണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ത്രോട്ട് തിക്നെസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ആൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ ടോയ്. അത് പറഞ്ഞാൽ ഇതാണ്ട് ഇത് കണ്ടോ, ഇവിടെ 2 ടോയ് പോയിൻ്റുകളുണ്ട്. ഈ ടോയ് പോയിൻ്റുകളെ ജോയിൻ ചെയ്തുകൊണ്ടൊരു ഡോട്ടർ ലൈൻ പോയേക്കുന്നുണ്ടോ. ആ ഡോട്ടർ ലൈൻ്റെ സെൻറ്റർ മുതൽ ഈ കോർണറിൻ്റെ പോയിൻ്റ് വരെയുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. അതായത് ഇതാണ്ട് ഈ കോർണർ പോയിൻ്റ് മുതൽ ഈ 2 ടോയ്സുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡോട്ടർ ലൈൻ്റെ സെൻറ്റർ വരെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഇനി ടോയ് ഓഫ് ദ വെൽഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ദ പോയിൻ്റ് വെയർ ദ വെൽഡ് ഫേസ് ജോയിൻസ് ദ പേരൻ്റ് മെറ്റൽ. വെൽഡ് ഫേസ് നമ്മൾ വെൽഡ് ചെയ്യേണ്ട പേരൻ്റ് മെറ്റലിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 2 പോയിൻ്റുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ 2 അറ്റങ്ങളെയാണ് ടോയ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ റൂട്ട് റണ്ണെന്ന് കാണിച്ചിരിക്കുന്ന ആ 2 അറ്റങ്ങൾ പേരൻ്റ് മെറ്റലിൽ വന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പേരൻ്റ് മെറ്റലിൽ ജോയിൻ ചെയ്യുന്ന വെൽഡ് മെറ്റലിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ ടോയ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത്. ഇനി വെൽഡ് ഫേസ്, അതായത് ഇവിടെ റൂട്ട് റണ്ണ് ഈ പടം തെറ്റാണ്, നിങ്ങൾ നോക്കണ്ട. റൂട്ട് റണ്ണ് നടലപ്പെടുത്തിയിരിക്കുന്നുണ്ടോ, അതാണ് വെൽഡ് ഫേസ്. അതായത് വെൽഡിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ഭാഗം വെൽഡ് ഫേസ്. വെൽഡ് ജംഗ്ഷൻ, ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ ഫ്യൂഷൻ സോൺ ആൻഡ് ദ ഹീറ്റ് എഫക്റ്റഡ് സോൺ. അതായത് കണ്ട് നമ്മൾ നേരത്തെ ഒരു പടം കാണിച്ചു, ദാണ്ട് ഈ പടത്തിനകത്തെല്ലാം ഉണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദാണ്ട് ഈ ഹീറ്റ് എഫക്റ്റഡ് സോണും വെൽഡ് ചെയ്യുന്ന ഈ ഭാഗവും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഈ പറഞ്ഞ വെൽഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഫേസ്, ദ പോർഷൻ ഓഫ് ദ സർഫസ് വിച്ച് ഈസ് ടു ബി ഫ്യൂസ്ഡ് ഓൺ മേക്കിംഗ് ദ വെൽഡ്. ഫ്യൂഷൻ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ആ സർഫസിൽ ദ പോർഷൻ ഓഫ് ദ സർഫസ് വിച്ച് ഈസ് ടു ബി ഫ്യൂസ്ഡ് ഓൺ മേക്കിംഗ് ദ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഫ്യൂസ് ചെയ്യുന്ന സർഫസിനെയാണ് ഫ്യൂസിങ് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂസിങ് സോൺ, അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്നു, പക്ഷേ താഴോട്ട് നമുക്ക് ഈ പേരൻ്റ് മെറ്റലിൽ കുറച്ച് മെറ്റൽ ഫ്യൂസായി പോവും, അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കും, ഉരുകുന്നു. ദ ഡെപ്ത് ഓഫ് വിച്ച് ദ പേരൻ്റ് മെറ്റൽ ഹാസ് ബീൻ ഫ്യൂസ്ഡ്, എത്രമാത്രം ഡെപ്തിൽ പേരൻ്റ് മെറ്റൽ ഫ്യൂസ് ആവുന്നു എന്നുള്ളതാണ് ഫ്യൂഷൻ സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഡയലോഗ് മാത്രം കേട്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവത്തില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുക, ഈ വീഡിയോ നന്നായിട്ട് കേട്ടതിന് ശേഷം ഈ പറയുന്ന ഞാൻ നോട്ട് തരുന്നതെല്ലാം വൃത്തിയായിട്ട് എഴുതി വെക്കുക.
എന്നിട്ട് ഈ പടങ്ങളും വരച്ചിടുക. ഈ പടങ്ങളിൽ പാർട്സുകളും മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നോട്ട് എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പറഞ്ഞാൽ മനസ്സിലായോ? ഒറ്റ അടിക്ക് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, ഡിഫിക്കൽട്ടാണ്. നിങ്ങളൊന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പോർഷനാണ്. എല്ലാം കുറച്ച് കുറച്ച് ചോദിക്കാവുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ടാവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് വീഡിയോ ഇപ്പോൾ ഒരുപാട് വലുതായി, അതുകൊണ്ടാണ് ഇതിൻ്റെ തുടർന്ന് വരുന്നൊരു ഭാഗം കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.